പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഒബാഫെമി എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. മുൻ NXT ചാമ്പ്യനായ ഒബാഫെമിയുടെ അവസാന മത്സരം നമുക്ക് കാണാൻ സാധിച്ചത് ഈ ബുധനാഴ്ച കഴിഞ്ഞ NXT വീക്ക്ലി എപ്പിസോഡിലായിരുന്നു. ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന സ്പെഷ്യൽ എഡിഷൻ്റെ മെയിൻ ഇവൻറ്റിൽ TNA എക്സ് ഡിവിഷൻ ചാമ്പ്യനായ ലിയോൺ സ്ലേറ്ററിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത് സക്സസ്ഫുള്ളായി റിട്ടേൺ ചെയ്ത ഒബാഫെമി മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ആ ടൈറ്റിൽ റിങ്ങിൽ വെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഒബാഫെമി ടൈറ്റിൽ റിലീസ് ചെയ്തു എന്നുള്ളത് പിന്നീട് WWE സ്ഥിരീകരിച്ചു. ഇപ്പോൾ NXTക്ക് നിലവിലെ ഒരു ചാമ്പ്യൻ ഇല്ല. ഒബാഫെമി ആ ടൈറ്റിൽ റിലീസ് ചെയ്ത് മെയിൻ റോസ്റ്ററിലേക്ക് വരുന്നു. ഇപ്പോൾ ഫൈറ്റ്ഫുൾ സെലക്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത അനുസരിച്ച് റോ ബ്രാൻഡിലേക്കായിരിക്കും ഒബാഫെമി ഡെബ്യൂ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. WWE ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. ഫൈറ്റ്ഫുൾ സെലക്ടിൻ്റെ റിപ്പോർട്ടിലാണ് റോ ബ്രാൻഡിലേക്കാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല 2026 അതായത് ഈ വർഷത്തിലെ റസൽമേനിയ 42 ഒബാഫെമിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വമ്പൻ സ്റ്റോറിയും മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളത് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം NXTയിൽ നിന്ന് വരുന്ന താരങ്ങൾക്ക്, യുവ താരങ്ങൾക്ക് 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് റസൽമേനിയ പോലെയുള്ള ബിഗസ്റ്റ് സ്റ്റേജിൽ നല്ലൊരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയോ അല്ലെങ്കിൽ നല്ലൊരു മാർക്കി മത്സരമോ കൊടുക്കാറുള്ളത്. സാധാരണ അങ്ങനെയാണ് അവർ പുഷ് ചെയ്യാറുള്ളത്. പക്ഷേ ഒബാഫെമിയെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ കോഡി റോഡ്സിനെതിരെ കളിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം, അതാണ് അദ്ദേഹത്തെ ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ മെയിൻ റോസ്റ്ററിൽ കൊണ്ടുവന്ന് ബിഗ് പുഷ് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ ഹൗസ് കാലിബർ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്ക്, അദ്ദേഹത്തിൻ്റെ പ്രായം, ഇതൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം മെയിൻ റോസ്റ്ററിലേക്ക് വന്ന ഉടനെ തന്നെ പുഷ് അറിയിക്കുന്ന ഒരു റെസ്ലറാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഈ വർഷത്തെ റസൽമേനിയ 42 പുഷ് ചെയ്യാൻ വേണ്ടി WWE പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫൈറ്റ്ഫുൾ സെലക്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റോയിൽ ഒബാഫെമി ആർക്കെതിരെ മത്സരിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക? റസൽമേനിയ 42 അദ്ദേഹത്തിൻ്റെ എതിരാളി ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ മുൻ നെവർ ഓപ്പൺ വെയ്റ്റ് ചാമ്പ്യനായ ഡേവിഡ് ഫെൻലെ എന്ന് പറയുന്ന മുൻ ബുള്ളറ്റ് ക്ലബ് ലീഡർ അദ്ദേഹത്തെ WWE NXT ബ്രാൻഡിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു, WWEയിലേക്ക് ഡെബ്യൂ ചെയ്യിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകൾ നിലവിൽ റസൽ വോട്സ് എന്നിവൻ്റെ ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വാർത്തകളെ സംബന്ധിച്ച് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഡേവിഡ് ഫെൻലെ എന്ന് പറയുന്നത് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലെ വെറുമൊരു താരം മാത്രമല്ല, WWE ലെജൻഡായ ഫിറ്റ് ഫെൻലെ എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ ഒരു റെസ്ലറുടെ മകൻ കൂടിയാണ്. ഫിറ്റ് ഫെൻലെ ഇപ്പോൾ WWEയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്, ബാക്ക് സ്റ്റേജിലെ ഒരു കോച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ WWE കൂടാരത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്ക് അറിയാം. വലിയൊരു റിസ്ക് ഇല്ല. ഡേവിഡ് ഫെൻലെ ഇതിനോടകം തന്നെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒട്ടനവധി ആരാധകരും അമേരിക്കയിലടക്കമുണ്ട്. അപ്പോൾ ഡേവിഡ് ഫെൻലിയെ WWEയിലെ NXT ബ്രാൻഡിലൂടെ എത്തിച്ച് മെയിൻ റോസ്റ്ററിലെ ഒരു മിഡ് കാർഡ് ലെവലിലെ ഒരു പ്രൊമിനൻറ്റ് റോൾ കൊടുക്കാനാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഡേവിഡ് ഫെൻലെയുമായിട്ട് നിലവിലൊരു നെഗോസിയേഷൻസ് ആരംഭിച്ചിട്ടില്ല. കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ളൊരു ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടില്ല. അണിയറയിൽ WWE ഒരു ഡിസ്കഷൻ ഡേവിഡ് ഫെൻലെയുമായിട്ടൊരു സംസാരം നടത്താം, NXT ബ്രാൻഡിലേക്ക് തുടക്കത്തിലെ എത്തിക്കാം എന്നുള്ളൊരു രീതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് റസൽ വോട്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് റസൽമേനിയ 43 സംബന്ധിച്ചാണ്. റസൽമേനിയ 43 സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏറ്റവും വലിയൊരു വാർത്ത ദ റോക്ക് വേഴ്സസ് റോമൻ റീഡ്സ് തമ്മിലുള്ള മത്സരത്തിന് സൗദി അറേബ്യൻ ഗവൺമെൻറ് വലിയ പൈസ മുടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിലവിൽ പുറത്തേക്ക് വരുന്ന മറ്റൊരു റൂമർ ദ റോക്കിനെ മാത്രമല്ല, ആറ്റിറ്റ്യൂഡ് എറ കാലഘട്ടത്തിലെ മറ്റൊരു മെഗാസ്റ്റാറായ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെ കൂടി റസൽമേനിയ 43 ഭാഗമാക്കി സൗദി അറേബ്യൻ ഗവൺമെൻറ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ പൈസ മുടക്കാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, ദ റോക്ക് തുടങ്ങിയ ആറ്റിറ്റ്യൂഡ് എറയിൽ കത്തി നിന്ന 2 പേരെയും 2 മാർക്കി മത്സരങ്ങളോടുകൂടി റസൽമേനിയ 43 റിങ്ങിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യൻ ഗവൺമെൻറ് വലിയ പൈസ മുടക്കാൻ തയ്യാറായിട്ടുള്ളത്. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ റിങ്ങിലേക്ക് തിരികെ വരാൻ ഒരുക്കമാണെന്ന് കഴിഞ്ഞ മാസങ്ങളിലെ പോഡ്കാസ്റ്റിലും ഇൻ്റർവ്യൂവിലുമൊക്കെ വെളിപ്പെടുത്തിയതാണ്. റോക്കിൻ്റെ ഈ റോമൻ റെയിൻസിനായിട്ടുള്ള മത്സരം നടക്കുകയാണെങ്കിൽ റോക്കിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചായിട്ട് അത് നടക്കാനും സാധ്യതയുണ്ട്. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിന് നിലവിൽ 61 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വലിയൊരു മത്സരം കളിക്കുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ കുറച്ച് മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു മത്സരം കളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൗദി അറേബ്യൻ ഗവൺമെൻറ് റസൽമേനിയ 43 ഒരു ആരാധകനും മറക്കാൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അത്രയും വലിയ പൈസ മുടക്കാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ റസൽമേനിയ 43 സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, ദ റോക്കൊക്കെ മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ റൂമേഴ്സിൽ കേൾക്കുന്നത് പോലെ റോക്ക് വേഴ്സസ് റോമൻ റീൻസ് തമ്മിലുള്ള മത്സരം നടക്കുമെന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ട്? അതുപോലെ തന്നെ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ എതിരാളി ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
നാലാമത്തെ അപ്ഡേറ്റ് മുസ്തഫ അലി എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. മുൻ WWE സൂപ്പർ സ്റ്റാറായ മുസ്തഫ അലി നിലവിൽ TNA റെസ്ലിംഗിലാണ് ഉള്ളത്. TNA റെസ്ലിംഗുമായിട്ടുള്ള കോൺട്രാക്റ്റ് 2 വർഷത്തേക്ക് മുസ്തഫ അലി പുതുക്കി എന്നുള്ളൊരു വാർത്തകളാണ് നിലവിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിലൊരു മിഡ് കാർഡ് ലെവലിൽ മാത്രമാണ് മുസ്തഫ അലിയെ TNA റെസ്ലിംഗിൽ പരിഗണിക്കുന്നത്. പക്ഷേ ഈ ഒരു കോൺട്രാക്റ്റ് പുതുക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ മെയിൻ ഇവൻ്റ് സീനിലേക്കും ചിലപ്പോൾ വേൾഡ് ചാമ്പ്യൻ ആകുന്ന രീതിയിലേക്കും TNA റെസ്ലിംഗ് ഒരു ബിഗ് പുഷ് കൊടുക്കാൻ സാധ്യത ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. അഞ്ചാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, നിലവിൽ റെസ്ലിംഗ് ലോകത്തെ ഏറ്റവും ചൂടേറിയ ഒരു വിവാദം ഒരു റേസിസ്റ്റ് വിവാദമാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അതിനെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. ഡഡ്ലി ബോയ്സിലെ ഡിവോൺ ഡഡ്ലി എന്ന് പറയുന്ന റെസ്ലറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. അതുപോലെ തന്നെ WWE ഹോൾ ഓഫ് ഫെയിമറും പ്രശസ്ത കമൻറ്റേറ്ററുമായ ജിം റോസിനെയും നിങ്ങൾക്ക് പരിചിതമാണെന്ന് വിചാരിക്കുന്നു. ഡഡ്ലി ബോയ്സ് ആറ്റിറ്റ്യൂഡ് എറ റൂത്ത്ലെസ് അഗ്രഷൻ കാലഘട്ടത്തിൽ WWE തിളങ്ങി നിന്നിരുന്ന സമയത്ത് ജിം റോസ് കമൻറ്റേറ്ററും അതുപോലെ തന്നെ ടാലൻ്റ് റിലേഷൻസ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മുതിർന്ന ഒഫീഷ്യലും കൂടിയായിരുന്നു. ഒരു സന്ദർഭത്തിൽ വെച്ച് ഡിവോൺ ഡഡ്ലിയുടെ കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് അദ്ദേഹത്തെ പുഷ് ചെയ്യാനോ അദ്ദേഹത്തിന് വലിയ അവസരങ്ങൾ കൊടുക്കാനോ കമ്പനി തയ്യാറാകില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ജിം റോസ് ഡിവോൺ ഡഡ്ലിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയുണ്ടായി എന്നുള്ളത് ഡിവോൺ ഡഡ്ലി കഴിഞ്ഞ വർഷത്തെ ഒരു പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തി. എന്നാൽ ജിം റോസ് അതിനുള്ളൊരു മറുപടി കൊടുത്തത് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ഡിവോൺ ഡഡ്ലി ഇതിനെ സംബന്ധിച്ചുള്ള ഇൻസിഡൻസ് വളരെ കൃത്യമായി അദ്ദേഹം ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിൽ ഇക്കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഡിവോൺ ഡഡ്ലിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താൻ മാറ്റാൻ തയ്യാറാണെന്നും ജിം റോസ് ഇക്കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയ ഈ ഒരു റിമാർക്സ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നു. ആറ്റിറ്റ്യൂഡ് എറ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് അണിയറയിൽ നടന്നിട്ടുള്ളത്, ഇത്തരത്തിൽ വിവാദപരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരാധകർ ഓരോ ഇൻസിഡൻസ് ആയിട്ട് ഇപ്പോൾ കുത്തിപ്പൊന്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിവോൺ ഡഡ്ലി കറുത്ത ഒരു വർഗ്ഗക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കളർ ബ്ലാക്ക് ആണെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്ന റെസ്ലിംഗ് ആരാധകരുണ്ട്. ജിം റോസ് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാകില്ല എന്ന് പറയുന്ന റെസ്ലിംഗ് ആരാധകരുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയില്ല. വരുന്ന ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.